നമ്മുടെ സഭയില് ഈ വിഗ്രഹങ്ങള് ആരാധിക്കുന്നത് തെറ്റല്ലേ? അപ്പൊ ഈ വിസ്തരുടെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നത് വിഗ്രഹാരാധനയിൽ പെടുത്താൻ പറ്റുമോ? വിശുദ്ധരുടെ തിരുശേഷിപ്പുകള് വിഗ്രഹാരാധനയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ നമ്മൾ ആരും ആരാധിക്കാൻ പാടില്ല എന്നാണ് സഭ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ നമ്മൾ ആരാധിച്ചാൽ അത് തെറ്റാണ്. അതുതന്നെയാണ് സഭയുടെ പഠനം. മറിച്ച് നമ്മൾ അതിന് ആദരവ് നൽകുന്നതേ ഉള്ളൂ. ഇപ്പോൾ മരിച്ചുപോയ വല്യപ്പന്മാര് വല്യമ്മമാര് അവരുടെയൊക്കെ ഒരു ഫോട്ടോ വീട്ടിൽ വയ്ക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി വല്യപ്പന് സ്തുതി ചൊല്ലിയിട്ട് പോകുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ട്. വല്യപ്പനെ നിങ്ങൾ ആരാധിക്കുകയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാധിക്കുകയാണോ? അതെയോ? അല്ല. പിന്നെന്താണ്? വല്യപ്പനോടൊരു ആദരവ് പ്രകടിപ്പിക്കുകയാണ്. കാരണം ആ വല്യപ്പൻ്റെ ത്യാഗവും കഷ്ടപ്പാടും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനും ഇന്ന് കാണുന്ന ഭദ്രതയിൽ എത്തിക്കാനും നിമിത്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആ വല്യപ്പനോട് നമ്മൾ ആദരവ് കാണിക്കും, അല്ലെ വല്യമ്മച്ചിയോട് ആദരവ് കാണിക്കും. അത് ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ട ഒരു സ്ഥാനമല്ല. നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഈശോയ്ക്ക് കൊടുക്കുന്ന ആദരവല്ല വല്യപ്പന് കൊടുക്കുന്നു. വല്യപ്പൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് പറയുന്ന എന്താണ്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വല്യം ചാച്ച എന്ന് പറഞ്ഞാണ് സ്തുതി ചൊല്ലിയിട്ട് പോകുന്നത് അല്ലേ? വല്യപ്പനെ അല്ല അവിടെ വണങ്ങിയത്. ആരെയാണ്? ഈശോയെ തന്നെയാണ് നമ്മൾ ആരാധിച്ചത്. അതുതന്നെയാണ് ഈ തിരുശേഷിപ്പുകളുടെ വണക്കത്തിലൂടെ സഭ ചെയ്യുന്നത്. എല്ലാ വല്യപ്പന്മാരെയും പള്ളി കയറ്റി വെക്കാൻ പറ്റാത്തത് കൊണ്ട് മാതൃകാപരമായി ജീവിച്ചവരും അതുപോലെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളെന്ന് സഭ ഔദ്യോഗികമായി പഠിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് വിശുദ്ധര്. അവരെ വണങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണെന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് ആ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ ആരാധിക്കരുത്. ആരാധിച്ചാൽ അത് വിഗ്രഹാരാധനയാണെന്ന് പറയേണ്ടി വരും. കാരണം സഭ അങ്ങനെ നമ്മളോട് ആരോടും ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെ. ആരാധനയ്ക്ക് അർഹൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം മാത്രമാണ്.